നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നല്ല എഫക്റ്റീവുമാണ്. ഓട് വെച്ച് ചെടിച്ചട്ടി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമ്മൾ ഒരേ ടൈപ്പ് ചെടിയാണ് ഇങ്ങേ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു ചിലവും ഇല്ലാതെയാണ് നമ്മൾ സിമ്പിളായിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ ഇത് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തേക്കുന്നത്. ഇപ്പോഴത്തെ ഏരിയയിലാണെങ്കിൽ നമ്മൾ ഫുൾ ഓട് വെച്ച് ചെയ്തൊരു സെറ്റപ്പും ഇപ്പോഴത്താണെങ്കിൽ ഇങ്ങനത്തെ ഒരു രീതിയിലുമാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഈ വീടിൻ്റെ ഫ്രണ്ട് പോർഷനിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് കാണിക്കാൻ പോകുന്നത്. ഇവിടെ ഇപ്പം നമ്മൾ കുറച്ച് ചട്ടിയിൽ കുറേ ചെടികൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് നമ്മൾ ഇവിടുന്ന് മാറ്റിയിട്ട് ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ഐഡിയ ആണ്, പക്ഷേ നല്ല എഫക്റ്റീവ് ആയിരിക്കും. ഇവിടുത്തതിലും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഇപ്പോഴത്തെ സൈഡിൽ ചെയ്തേക്കുന്നത്. ഓട് വെച്ച് ചെടിച്ചട്ടി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമ്മൾ ഒരേ ടൈപ്പ് ചെടിയാണ് ഇങ്ങേ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ സെറ്റ് ചെയ്തേക്കുന്നത്. അത് കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇവിടെ നമ്മൾ ഓട് വെച്ച് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായി കാണും, നമുക്ക് വലിയ എക്സ്പെൻസ് ഒന്നും വന്നിട്ടില്ല. ഈ ഓട്ടിൽ പെയിൻ്റ് അടിക്കാൻ വേണ്ടി മാത്രമാണ് നമുക്ക് എക്സ്പെൻസ് ആയേക്കുന്നത്. ബാക്കി ഒരു ചിലവും ഇല്ലാതെയാണ് നമ്മൾ സിമ്പിളായിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ ഇത് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തേക്കുന്നത്. നമ്മൾ ഈ ഒരു പോർഷൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ടൈപ്പ് കല്ലാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിൻ്റെ തന്നെ നമുക്ക് മാർക്കറ്റിൽ പല ടൈപ്പ് കല്ലുകൾ മേടിക്കാൻ കിട്ടും. ഇത് നമ്മൾ കളക്ട് ചെയ്തിട്ട് ഇതിൽ പെയിൻ്റ് അടിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടി ഈ കാണുന്ന ചെടികളെല്ലാം ഇവിടുന്ന് മാറ്റണം. അതിനുശേഷം നമ്മൾ അവിടെ ലെവലാക്കി എടുക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് ചെറിയൊരു പണി കിട്ടേണ്ടതായിരുന്നു. ഈ കാണുന്ന സ്നേക്ക് പ്ലാന്റിൽ കടന്തൽ കൂടെ ഉണ്ടായിരുന്നു, അത് നമ്മൾ ശ്രദ്ധിച്ചില്ല. അപ്പോൾ പണി കിട്ടേണ്ടതായിരുന്നു. ചെടിയെല്ലാം മാറ്റിയ ശേഷം നമ്മൾ അടുത്തതായിട്ട് ഇവിടെ ലെവലാക്കുവാണ്. ഈ കാണുന്നതിൻ്റെ തൊട്ട് ഒരു കരണ്ടിയുടെ സഹായത്തോടെ വലിയ കല്ലുകളൊക്കെ ഉള്ളത് എടുത്ത് മാറ്റി അവിടെ നമ്മൾ സെറ്റാക്കി എടുക്കുകയാണ്. എല്ലാ ഭാഗവും ഒരേപോലെ തന്നെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി നമ്മളൊരു കമ്പിൻ്റെ സഹായത്തോടെ ഈ കാണുന്നതിൻ്റെ തൊട്ട് ഇങ്ങനെ എല്ലാം ലെവലാക്കി എടുക്കുകയാണ്. ഇതാകുമ്പോഴത്തേന് നമ്മൾ വിചാരിച്ച രീതിയിൽ നല്ല ഫിനിഷിങ്ങും കിട്ടും, വലിയ കല്ലുകളും കാര്യങ്ങളെല്ലാം പോയി ക്ലിയർ ആയി കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് ഓരോ ചെടികൾ എടുത്ത് ഇങ്ങനെ വെച്ച് നോക്കുകയാണ്. ഏത് വെച്ച് കഴിഞ്ഞാൽ എന്തോരം മനോഹരമാവും എന്നുള്ള രീതിയിൽ നമ്മൾ മാറ്റി തിരിച്ചും വെച്ച് നോക്കി. ഇപ്പോൾ നമ്മളവിടെ വെക്കേണ്ട ചെടികളെല്ലാം വെച്ച് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ നേരത്തെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കല്ല് ഈ ഏരിയ ഫുൾ നമ്മൾ ഈ കാണുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് അങ്ങ് ഇടുവാണ്. ഏറെക്കുറെ അവിടെ നമ്മൾ ഫുൾ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അവിടെ നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നല്ല എഫക്റ്റീവുമാണ്. ഇപ്പോൾ നമ്മൾ ഫുൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഉള്ള അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോഴത്തെ ഏരിയയിലാണെങ്കിൽ നമ്മൾ ഫുൾ ഓട് വെച്ച് ചെയ്തൊരു സെറ്റപ്പും ഇപ്പോഴത്താണെങ്കിൽ ഇങ്ങനത്തെ ഒരു രീതിയിലുമാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ഫിറ്റിയോട് ചേരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ലുക്കിലേക്ക് എത്തിച്ചേർന്നു. ചെറിയൊരു മാറ്റമാണ് നമ്മൾ വരുത്തിയത്. അതിൽ തന്നെ ആ ഒരു ഏരിയ കംപ്ലീറ്റ് വേറെ ലുക്കിലേക്ക് എത്തി. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും എങ്ങനെ പൈസ കുറഞ്ഞ രീതിയിൽ എങ്ങനെ മനോഹരമായിട്ട് ചെയ്യാൻ ആലോചിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ രീതിയിലാണ് നമ്മൾ ഇതും ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കിട്ടുന്നതായിരിക്കും.